നമുക്ക് ചുറ്റും നിൽക്കുന്ന നമ്മുടെ കടുക് പാടമായിട്ടാണ് ഇന്ന് തുടങ്ങുന്നത് കേട്ടോ. സാധാരണ നമ്മുടെ ടൗൺഷിപ്പിൽ പൂക്കളല്ലേ കാണിക്കുന്നത്. ഇന്ന് ടൗൺഷിപ്പിന് പുറത്ത് നമ്മുടെ മുറ്റത്തുള്ള കടുക് പാടം, നമ്മുടെ എൻട്രൻസിൽ കയറുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഫീൽഡാട്ടോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ മോർണിംഗിന്റെ കുറച്ച് റൂട്ടീൻ കാണിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കുറച്ച് ഗ്രാമക്കാഴ്ച ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്കൂന് നമ്മുടെ ഒളിമ്പിയാഡ് എക്സാം ആണ് സൺഡേ. അപ്പോൾ അതിന്റെ ഹോൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് അങ്കൂവിന്റെ ആക്കയും കൂടെ പോകുന്നുണ്ട്. 3 മണിക്ക് മുന്നേ വന്ന് കളക്ട് ചെയ്യണമെന്ന് ക്ലാസ് ടീച്ചറിന്റെ വിളി രാവിലെ വന്നേ. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അവർ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ആവുമല്ലോ. അങ്ങനെ രാവിലത്തെ പരിപാടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ദേ വന്ന് കറങ്ങി തിരിയുന്നത്. അങ്കുവിന് പാല് കൊടുക്കാനായിട്ട് ഞാൻ ഇന്ന് കുറച്ച് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിലപ്പോൾ ബോൺവിറ്റ ആയിരിക്കും, ചിലപ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് ദേ പെട്ടെന്ന് തട്ടിയിട്ടിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്നുള്ളൂ. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട്, അതേ അവന് കൊടുക്കുക. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് കേട്ടോ. നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇവിടെ, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ്. അതേ പുറത്ത് കണ്ടോ, നല്ല സൂര്യൻ ഉദിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ തണുപ്പൊക്കെ ഓൾമോസ്റ്റ് മാറി തുടങ്ങി. ആ സന്തോഷം തന്നെ നമ്മുടെ പ്രകൃതിയിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുമല്ലോ. ദേ നമ്മുടെ പനയൊക്കെ വെയിൽ കൊണ്ട് ചിരിച്ച് നിൽക്കുക. അപ്പം ഞാനും ദേ സന്തോഷത്തോടുകൂടി അടുക്കളയിലോട്ട് കയറും. വെയിൽ കണ്ടിട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ആശ്വാസം അല്ലേ. സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ നമുക്ക് രാവിലെ ഒരു പ്രത്യേക ആശ്വാസമല്ലേ. അത് 13 ഡിഗ്രിയാണ്, 10:30 കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ടെമ്പറേച്ചർ കൂടി വരിക. അപ്പോൾ രാക്കയുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇടിയപ്പത്തിൻ്റെ മാവും കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചായയും സൈഡിൽ കൂടി ഇട്ടു. പിന്നെ ഇടിയപ്പം പെട്ടെന്ന് അങ്ങ് പിഴിഞ്ഞ് വെക്കാം. കറിയായിട്ട് ഞാൻ കുറച്ച് വെള്ളക്കടല ഇട്ടിട്ടുണ്ടായിരുന്നു, കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മസാല ഒന്ന് റെഡിയാക്കി വെച്ചാൽ ഇടിയപ്പവും റെഡി ആവുമല്ലോ. അങ്ങനെ നമ്മുടെ ഇടിയപ്പം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു കൊഴുക്കട്ട പോലെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, കളയുണ്ടല്ലോ. പിന്നെ കടല വെന്ത് വന്നതിലേക്ക് മസാലയൊക്കെ പുരട്ടി അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും കൂടെ കൊടുത്ത് ആവി മാറിയിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി നമുക്ക് എടുത്താൽ മതി. ഞാൻ ഇന്ന് പെട്ടെന്ന് കുറച്ച് ധൃതിയിലാട്ടോ ഉണ്ടാക്കുന്നത്, കാരണം അവർക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും വയറ് നിറച്ച് പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇടിയപ്പവും നമ്മുടെ കടൽക്കറി ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇടിയപ്പവും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 10-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇടിയപ്പം റെഡി ആവുമല്ലോ. രാക്കി അങ്കും ദേ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് പോകാനായിട്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവരിറങ്ങും, ഇടിയപ്പവും കടലയും. ഇനി നമ്മുടെ ഗ്രാമക്കാഴ്ചയിലോട്ട് പോകാട്ടോ. എന്നാ തൊപ്പി കയറിക്കോ, മഴ ചാരുന്നുണ്ട്. കയറിക്കോ മോനെ, മഴ ചാരുന്നുണ്ടടാ. കുട ഇപ്പത്തോട്ട് വെച്ചോ. അപ്പോൾ എൻ്റെ വീഡിയോ നേരത്തെ കണ്ട കുറച്ച് പേരെങ്കിലും ആലോചിക്കായിരിക്കും ഇതെന്താ അമ്മ കൂടെ എന്ന്. ശരിക്കും അമ്മ പോകുന്നതിന് തൊട്ട് തലേദിവസം ഞാൻ അന്ന് പോകുന്നതിന് ആ വ്ലോഗിൽ പറഞ്ഞിരുന്നില്ലേ, തലേദിവസം ഞങ്ങൾ പുറത്ത് ഗ്രാമമൊക്കെ കറങ്ങാൻ പോയി ഫുഡ് കഴിച്ചു എന്നൊക്കെ. ആ ഒരു വീഡിയോ ആയിട്ടോ. ആ സമയം നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ടൈമാണേ. അതായത് ഒരു കൊയ്ത്ത് കഴിഞ്ഞ് അടുത്തത് നടുവല്ലോ. അപ്പോൾ നമ്മുടെ ഗോതമ്പും അരിയും കടുകുമാണ് ഈ ഒരു സമയത്തുള്ളത്. ഇലക്ട്രിക്കിന്റെ മേളിൽ കയറിയിരിക്കുന്നു, ആ വയറിന്റെ മേളിൽ. കോരങ്ങന്മാരാട്ടോ. നമ്മുടെ ആ പ്ലാനിനകത്തോട്ട് കയറത്തില്ല, കാരണം സെക്യൂരിറ്റി സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഓടിച്ചു വിടും. പുറത്തൊക്കെ ഒത്തിരി ഉണ്ടെന്നേ. അപ്പൊ അതേ നല്ല പച്ചപ്പരവതാനി പോലെ കിടക്കുന്നുണ്ടോ. ഗോതമ്പും പിന്നെ കടുക് കേട്ടോ. കടുക് ചെറുതായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 സൈഡിലും അക്കേഷ്യ മരങ്ങളാ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഫുഡ് കഴിക്കുന്ന ആ സ്ഥലത്ത് കുറേ ഇതുപോലത്തെ ഫുഡിന്റെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മെയിൻലി വെജിറ്റേറിയൻ ആട്ടോ ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇതേ ഹവേലി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ രാക്കെ നേരത്തെ വന്നിട്ട് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഒഫീഷ്യലി ഇങ്ങനെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ ഇവിടെ മെയിൻലി പറാഠയാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത്, ഓത്തൻറ്റിക് ആയിട്ടുള്ള കേട്ടോ. കാരണം രാക്കെ പറഞ്ഞു ഇവിടുത്തെ പറാട്ട സൂപ്പറാണെന്ന്. അതേ എൻട്രൻസ് ഒക്കെ കിടിലവാ ഉണ്ടോ. വലിയൊരു ഹോളാണ്, നല്ല ഡെക്കറേറ്റീവ് ആണ്. അപ്പോൾ ഈ സീസണലായിട്ട് നമ്മുടെ ഗാജർ ഹൽവ എന്താണോ അതെന്തായാലും എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുമല്ലോ. അപ്പം നമ്മൾ കയറിയിട്ടുണ്ട് കണ്ടോ. ഫുഡ് കോർട്ട് ഞങ്ങൾ ഒരു സൈഡിലേ ഇരുന്നുള്ളൂ. ഇതുപോലെ ഓരോ സെക്ഷൻ ആയിട്ടുണ്ട്. എന്തോരം ആളുകളാണ്. വലിയ എന്താ പറയുക ഹോള് നമുക്ക് കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ അവർ കെട്ടിയിട്ടിട്ടുണ്ട്. വെജിറ്റേറിയൻ ഡിഷസ് ആണ് മെയിൻലി. ഞങ്ങൾ മെയിൻലി നേരത്തെ പറഞ്ഞ പറാഠാസ് ആണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഓത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ പറാഠാസ്. വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഒത്തിരി വെറൈറ്റി ഡിഷസ് ഉണ്ട് ഇവിടെ വന്നാല്. ഹവേലി ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ ഇവിടെ. Hello guys, it's my whole entire family here. We got my mom, my grandma and my father. വാങ്കൂരൊന്ന് ഇൻട്രോ തരണോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചാന്നേ. അപ്പോൾ വലിയ തളിക പോലത്തുള്ള സ്റ്റീലിന്റെ പാത്രം വന്നിട്ടുണ്ട്. പിന്നെ മഖൻ, നമ്മുടെ വെണ്ണ, നല്ല പ്യോർ മഖൻ. ഞാൻ അന്നൊരു പ്രാവശ്യം ഞാൻ കാണിച്ചില്ലേ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച ആ സെയിം ബട്ടറാണ്. പിന്നെ ഗ്രീൻ ചട്നി, ചുമന്ന ഒരു ചട്നി,
പിന്നെ ഉള്ളി നമ്മുടെ വിനീഗറിലിട്ടത്. ഇതുകൊണ്ടോ സ്റ്റീൽ പാത്രങ്ങൾ എന്തോരോ ഇരിക്കുന്നതിനകത്ത് ഈ കട്ടോരീസിലാണ് ഇവർ കൂടുതലും കഴിക്കുന്നത്. അപ്പം അതും പിന്നെ അച്ചാറും വെള്ളവും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതേ ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമുള്ള പറാട്ടാസ് ഓരോന്നോരോന്നോരായിട്ടങ്ങ് ഓർഡർ ചെയ്തു. ഞാനും അമ്മയും മൂലി പറാട്ട കേട്ടോ ഓർഡർ ചെയ്തത്. രാക്കെ ഗോപി പറാട്ട, നമ്മുടെ അങ്കു പനീർ പറാട്ട. എന്തായാലും വരട്ടെ, വന്നിട്ട് ഓരോന്നേ ഓർഡർ ചെയ്തോളൂ. ഇത് വലുതാന്ന് പറഞ്ഞു. അപ്പോൾ കഴിച്ചിട്ട് വേണമെങ്കിൽ അവർ പെട്ടെന്ന് കൊണ്ടുവരികയും ചെയ്യും, വലിയ സമയമൊന്നും ഇല്ലാന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്ത് ഇതൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ ഇനി അടുത്ത ഓർഡർ ചെയ്യാം, അടുത്ത സെറ്റ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുക. കാരണം പറാട്ടയുടെ കൂടെ ഞങ്ങൾ സാഗ് എന്ന് പറയുന്ന ഇവിടെ സീസണലായിട്ട് കിട്ടുന്ന ഒരു സംഭവമുണ്ട്, പച്ചലയൊക്കെ കൂടെ അരച്ചിട്ട്, അതും പിന്നെ ദാലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോരോ ഡിഷസ് എടുത്ത് വായിച്ചു. ഇനി നമുക്കിവിടെ വരുമ്പോൾ ഓരോ ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. പനീറിൻ്റെ ഒക്കെ തന്നെയാണ് നമ്മൾക്ക് നോൺ വെജിറ്റേറിയൻസുകാർക്ക് ഇഷ്ടപ്പെടുന്ന, കൂടുതലും പനീറിൻ്റെ ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതേ പറാട്ട വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് ഏതൊക്കെയാണെന്ന്. അങ്ങനെ വെയിറ്ററോട് ചോദിച്ചിട്ടാണ് ഏതൊക്കെയാണെന്ന് ഞങ്ങൾ തിരിച്ച് അറിഞ്ഞത് കേട്ടോ. പിന്നെ ദാലുണ്ട്, ഞാൻ പറഞ്ഞ പോലെ സാഗ് വന്നിട്ടുണ്ട്, പിന്നെ അച്ചാറും കാര്യങ്ങളും. അപ്പം ഞാൻ എൻ്റെ തളികയിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. സാഗും ദാലും നമ്മുടെ ബട്ടർ ആ പറാട്ടയുടെ പുറത്തിട്ടിട്ട്, പിന്നെ അച്ചാറും ചട്നിയും ഉള്ളിയും എല്ലാം ഒന്നും വിട്ടില്ല, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കേട്ടോ, ഇത് ഒത്തിരി ഹെവി ആയിരിക്കും. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് വിശപ്പുണ്ട് കേട്ടോ. ലഞ്ചായിട്ട് തന്നെ വന്നത്. ഞങ്ങൾ രാവിലെ എന്തോ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടി തന്നെ വന്നതുകൊണ്ട് വയറ് വെച്ചിട്ടാണ് വന്നത്. ഇതാണ് സാഗ് കേട്ടോ. ഗ്രീൻ കളറിൽ ഇങ്ങനെ ഇരിക്കും, നെയ്യിൽ തടുക്കുകയൊക്കെ ചെയ്ത്. സംഭവം നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് പനീറും കൂടെ വേണം. ഞാൻ പനീർ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ സാഗ് പനീർ എന്ന് പറയണമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതങ്ങ് കഴിച്ചു, കാരണം ഇത് തന്നെ ഹെവി അല്ലേ. ഏറ്റവും ലാസ്റ്റ് ലസ്സി ആണല്ലോ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ നമ്പർ 1 എന്താ പറയുക ട്രെൻഡിങ് എന്ന് പറയുന്നത്. ലസ്സി അടുത്ത ഓരോ സെറ്റ് പറാട്ടയും കൂടെ വാങ്ങിച്ചു കേട്ടോ, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തായാലും നല്ല ഹെവിയായി, ഞങ്ങളുടെയൊക്കെ വയറ് നിറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പിന്നെ പുറത്ത് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ, കണ്ടോ നമ്മുടെ നാട്ടിലെ ചട്ടിയില്ലേ, അതുപോലെ ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ അധികം കണ്ടിട്ടില്ല, നമ്മുടെ ചെടിച്ചട്ടി കണ്ടിട്ടുള്ളൂ. കറി വെക്കുന്ന ചട്ടി ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം ഇല്ലേ, അത് ഇതുവരെ അങ്കു ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ ഇവിടെ നിൽക്കുകയാണ്, വലിയ രീതിയിൽ ഒച്ചത്തിൽ പാട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സൗണ്ട് ഇട്ടേനെ. അവരെന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മുകളിലൊരു ബെല്ലുണ്ട്, അതിങ്ങനെ അടിക്കും. പിന്നെ നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ ഈ സംഭവം. ഇങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ പിള്ളേരായാലും നമ്മളായാലും കുറച്ച് പാടാണ്. അവർക്ക് നല്ല നാക്കാണേ, അതൊരു സംഭവിക്കണം കേട്ടോ. എപ്പോഴും നല്ല പ്ലസൻ്റ് ആണ് അവർ. ഇത് അവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് കണ്ടോ. മുകളിലൊരു ബെല്ലൊക്കെ അടിച്ചിട്ട് അങ്കു പിന്നെ പുള്ളിക്കാരനെ ഇട്ട് ഇങ്ങനെയൊക്കെ കളിപ്പിക്കുന്നുണ്ട്. അവരിതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അവനാരാ മോൻ. അങ്ങനെ വേറെ കടകളൊക്കെ അപ്പുറത്തോട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ല എന്താ പറയുക, നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അപ്പുറത്തെ സെക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, മെയിൻലി ഫുഡ് കഴിക്കാനല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് അത്ര ദൂരമൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പം ഞങ്ങൾ കയറിയത് കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ വന്നിട്ട്. അത് പക്ഷെ നല്ല പേര് എടുത്തു അവർ പെട്ടെന്ന് തന്നെ, അവരുടെ ഫുഡ് കാരണമായിരിക്കും. ഇതുപോലത്തെ കുറേ വേറെ പേരുകളിലും ഉണ്ട് ഇവിടെ. ഹവേലി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതുപോലെ വലിയ ബിൽഡിംഗ് ആണ്, പക്ഷെ വെജിറ്റേറിയൻ ആയിരിക്കും. പുറത്ത് നോർമലി ചില ഹവേലികൾക്ക് നമുക്ക് ചാട്ട് കാര്യങ്ങളൊക്കെ പുറത്തിരുന്നും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് കോർട്ട് ഔട്ട് സൈഡ് കാണും. ഇതിപ്പോൾ ഔട്ട് സൈഡ് ഫുഡ് കോർട്ടൊന്നും കാണുന്നില്ല, എല്ലാം നമ്മൾ അകത്ത് പോയി കഴിക്കണം. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാം. അങ്ങനെ അവസാനം എന്തേ അവൻ്റെ ഐസ്ക്രീം കിട്ടി. അവനെന്തോ ഓറിയോ ഫ്ലേവർ കണ്ടിയാണ് വാങ്ങിച്ചത്. പിന്നെ അമ്മയ്ക്ക് ഒരു മാംഗോയും ഞാനൊരു വാനിലയും വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങനെ കളിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ നേരെ അങ്ങ് തന്നാൽ മതി എന്ന്. ഐസ്ക്രീം കൊള്ളാട്ടോ, സാധാരണ ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ തന്നെ. പിന്നെ അമ്മ അങ്ങനെ ഐസ്ക്രീം കഴിക്കാത്ത മാംഗോ ഫ്ലേവർ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ എന്തായാലും കഴിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് വാങ്ങിച്ചു കൊടുത്തേ. പിന്നെ എനിക്ക് സിമ്പിൾ വാനില ഫ്ലേവർ ഇഷ്ടം. രാക്കിക്ക് വേണ്ട പറഞ്ഞു. രാക്കയുടെ വയറ് നല്ലതായിട്ട് നിറഞ്ഞു. ഞങ്ങളൊക്കെ കഴിച്ച ബാക്കി വെച്ച് പറാട്ടയും കൂടെ രാക്കയാണ് കഴിച്ചത്. രണ്ടാമത്തെ ടിപ്പ് നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് എല്ലാവരും നല്ല ഉറക്കം തൂങ്ങി പോവാ. ലഞ്ചിന് വന്നതാണെങ്കിലും ദേ ഇരുട്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ ഫോഗൊക്കെ വീണ് തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പ് സമയമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു, നമ്മളങ്ങനെ പുറത്തൊന്നും ഇറങ്ങില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് ഇങ്ങനെ കൈ വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അമ്മയുടെ കൈവേദനയുടെ കാര്യം വെച്ചാൽ അമ്മയ്ക്ക് സ്പോണ്ടിലോസിസ് കേട്ടോ. നാട്ടിൽ പോയി നമ്മുടെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ കാണിച്ചു. അപ്പോൾ അവിടുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ ആയിട്ടും ഇരിക്കുക. വേദനയുണ്ട്, കുറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഗോതമ്പാട്ടോ. ഞങ്ങൾ ഗോതമ്പിന്റെ പാടത്ത് ഇറങ്ങി. ഞാൻ പറയാം എന്തായാലും ഇറങ്ങമ്മ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ വെയ്യായ്മയുടെ കാര്യമൊക്കെ കൊണ്ടാണേ. രണ്ട് സൈഡിലും പച്ചപ്പാണ്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ കൃഷി ചെയ്ത് തുടങ്ങി വരുന്നേ ഉള്ളൂ. കടുകാണ് ഏറ്റവും ഭംഗി കേട്ടോ. കടുക് പക്ഷെ ചെറുതായിട്ടൊക്കെ പൂത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ശരിക്കും നല്ല രീതിയിൽ പൂവ് വരുമ്പോൾ
ആ സമയത്ത് അടുത്ത് വന്ന് എടുത്തിട്ട് ഇട്ടാൽ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത്. കാരണം കടുകൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാമല്ലോ. ഇപ്പൊ ചെന്നാൽ അധികം ഇല്ല, ഇങ്ങനെ പൂത്ത് വരുന്നേ ഉള്ളൂ. ഇതും ഗോതമ്പൊന്നും പിടിച്ചിട്ടില്ല, എങ്കിലും ജസ്റ്റ് നമ്മുടെ ഗ്രാമത്തിന്റെ ഓരോരോ കാഴ്ചകൾ കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാ. ഇത് തന്നെയാണെന്നേ ഞങ്ങൾ താമസിക്കുന്ന ചുറ്റും. അതാണ് നമുക്ക് ഈ തണുപ്പ് കൂടുതലും ഫോഗ് കൂടുതലും ഒക്കെ വരുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ സ്പ്രിങ്ക്ലർ വഴി വെള്ളമൊക്കെ ഒഴിക്കും. പിന്നെ അങ്ങ് കുറെ സിനിമാറ്റിക് കാര്യങ്ങളൊക്കെ ഇതേ ഇടയ്ക്ക് കണ്ടോ കടുകിന്റെ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പൊ ഞാൻ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ വരുമ്പോണ്ടായിരുന്നു, വലിയ വരുമ്പം ചെറിയ വരുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ വന്നേയല്ലേ ഒന്ന് നടന്നു പോട്ടേന്ന്. കുറേയൊക്കെ നടന്നു കണ്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നു. പിന്നെ അങ്കു അതിൻ്റെ ഇടയിലൊക്കെ ചാടി ഇറങ്ങാനൊക്കെ പോയി. അപ്പോൾ ചെളി അങ്ങനെ ആണെങ്കിൽ പിന്നെ പാടാണ് ഒന്ന്, അത് തണുപ്പ് കഴുകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിനി തിരിച്ചു പോകാമെന്ന്. അങ്ങനെ നല്ല രസമാട്ടോ. ശരിക്കും ഗ്രാമം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണേ. നമ്മൾ സിറ്റി ലൈഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടം. എനിക്ക് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന പ്ലേസാണ് എപ്പോഴും ഇഷ്ടം. ഒരുപാട് ഇങ്ങനെ ബിസി ലൈഫിനെ കാട്ടിയും എനിക്കെന്തോ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് എപ്പോഴും ഒതുങ്ങി നമ്മുടേതായ ഒരു ലോകമുണ്ടല്ലോ, അത് എൻജോയ് ചെയ്യാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെ നേരാക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ മെല്ലെ മെല്ലെ നടക്കുകയാണ്. അപ്പോൾ അമ്മ പിറ്റേ ദിവസം പോവുമായിരുന്നു. ഞാൻ ആ വിശേഷങ്ങളൊക്കെ നേരത്തെ വീഡിയോ വ്ളോഗുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ കാണിക്കുന്ന പോലത്തെ വഴികളാണ് നമുക്ക് ചുറ്റും ഉള്ളതും കാര്യങ്ങളും എല്ലാം. പിന്നെ പശുക്കളും നമ്മുടെ ചെമ്മരിയാടുകളും ഇതൊക്കെ ഞാൻ നേരത്തെയും യാത്രകൾ പോകുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇത് വലിയ പശുവും കാളയൊക്കെ കൂടെ ചേർന്ന് അതിൻ്റെ ഇടയ്ക്ക് കഴുതകളും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുന്നേ നമ്മുടെ മുറ്റത്തെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ കപ്പലണ്ടി വറക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ കപ്പലണ്ടി. അപ്പോൾ ഇതുപോലത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വാങ്ങുന്ന കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി. നമ്മുടെ ആ സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അടുത്ത സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഞാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് ഉപ്പിലിട്ടാണ് അവർ വറക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു മണ്ണാണോ എന്താ. അപ്പോൾ അവർ പറഞ്ഞു ഉപ്പാണ് കറുത്ത് കിടക്കുന്നത്, ഉപ്പിലിട്ടിട്ട് തോട് കപ്പലണ്ടി വറുത്ത് എടുക്കും. അങ്ങനെ ഞാൻ 1 കിലോ അത് വാങ്ങിച്ചു. നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. ഇത് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആണേ. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വന്ന നമ്മുടെ ക്ലബ് ഹൗസ് ഞാൻ എപ്പോഴും കാണിച്ചിട്ടില്ല. അതാ രാത്രിയിൽ എന്തോ ഭംഗി അതിനെ കാണാനില്ലേ. അതിനപ്പുറത്ത് കാണുന്ന നമ്മുടെ ശർമ്മയുടെ കടയും. രാത്രി വരുമ്പോൾ ശരിക്കും പകൽ കാണുന്ന ആ ഒരു സംഭവമേ അല്ല നമ്മുടെ ടൗൺഷിപ്പ്. 2 സമയത്തും 2 രീതിയാണ്. തിരിച്ചെത്തിയേ നമ്മൾ വാങ്ങിയ നമ്മുടെ കപ്പലണ്ടിയാണ് ഇത്. Hello